കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എല്ലാ അന്താരാഷ്ട്ര വാർത്തകളിലും ഇറാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ കടന്നു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ചാനലിൽ തന്നെ ഈ വർഷം ചെയ്തിട്ടുള്ള 4-ൽ 1 വീഡിയോയിലെങ്കിലും ഞാൻ ഇറാനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇറാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് കാണാം. ഇപ്പോൾ ഇതാ ഇറാനുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇറാൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഇബ്രാഹിം റൈസി ഒരു ഹെലികോപ്റ്റർ അപകടവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട വാർത്തയാണ് നമ്മളെല്ലാവരും കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ തന്നെ അതിനോടനുബന്ധിച്ചുകൊണ്ട് ഒരുപാട് കോൺസ്പിരസി തിയറികളാണ് ഇതിൻ്റെ ഒപ്പം വരുന്നത്. ഈ ഇദ്ദേഹത്തെ കൊന്നത് ഇസ്രായേലാണോ, മൊസാദാണോ, അമേരിക്കയാണോ, ഇനി ഇതല്ലെങ്കിൽ ചൈനയാണോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഈ ചോദ്യങ്ങൾ ഞാനും ഒരുപാട് തവണ കേട്ടു. എന്നാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇടയിൽ 1-2 ആളുകൾ ചോദിച്ച വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ചോദ്യമാണ് എന്നെ ചിന്തിപ്പിച്ച് ഈ വീഡിയോ തയ്യാറാക്കുന്നതിന് പ്രേരിപ്പിച്ചത്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറാൻ്റെ ഭരണ സംവിധാനം എന്താണ്, ഇറാൻ എങ്ങനെയുള്ള ഒരു രാജ്യമാണ് എന്നുള്ള ചോദ്യത്തിന് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് ഏകാധിപത്യ ഭരണമാണ്, അല്ലെങ്കിൽ മതഭരണമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് ഇറാൻ്റെ പ്രസിഡൻ്റാണ്. ഇറാൻ്റെ പ്രസിഡൻറ്റിനെ ആളുകൾ നേരിട്ട് വോട്ട് ചെയ്താണ് തിരഞ്ഞെടുക്കുന്നത്. ഇനി ഇറാൻ്റെ പ്രസിഡന്റ് മരണപ്പെട്ടതുകൊണ്ട് 50 ദിവസങ്ങൾക്കുള്ളിൽ പുതിയ പ്രസിഡന്റിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കണമെന്നാണ് അവിടുത്തെ നിയമങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് 50 ദിവസങ്ങൾക്കുള്ളിൽ ഇറാനിൽ ഒരു പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇറാൻ ഒഫീഷ്യലായി അറിയപ്പെടുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നാണ്. അപ്പോൾ ശരിക്കും ഇറാനിൽ എന്ത് തരത്തിലുള്ള ഒരു ഭരണ സംവിധാനമാണ് നിലനിൽക്കുന്നത്? എന്നിട്ടും എന്തുകൊണ്ടാണ് ഇറാൻ ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റേറ്റ് എന്നൊക്കെ ആളുകൾ വിളിക്കുന്നത്? നിലവിൽ ഇറാൻ പ്രസിഡന്റിൻ്റെ മരണത്തിലൂടെ ഈ ഭരണ സംവിധാനത്തിൽ എന്തെല്ലാം ഇമ്പാക്റ്റുകളാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്? സോ ഈ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ നിലവിലുള്ള ഇറാൻ്റെ ഭരണ സംവിധാനം നിലവിൽ വരുന്നത് 1978 ഇസ്ലാമിക് റവല്യൂഷന് ശേഷമാണ് എന്ന് കാണാം. 1979 ആ റവല്യൂഷന് ശേഷം അവരൊരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ അവതരിപ്പിക്കുകയാണ്, ഒരു പുതിയ ഭരണഘടന അവതരിപ്പിക്കുകയാണ്. 1979 ഇറാനിലെ ജനങ്ങളിൽ ഭൂരിഭാഗം പേര് പങ്കെടുത്തിട്ടുള്ള ഒരു പബ്ലിക് റഫറണ്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ ഭരണഘടന പ്രകാരം നിലവിൽ വന്ന ഇറാനിലെ ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് റെജീമാണ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നാണ് പറയുന്നത്. ഇവിടെ 2 വാക്കുകൾ ശ്രദ്ധിക്കുക. ആദ്യത്തേത് ഇസ്ലാമിക്, രണ്ടാമത്തേത് റിപ്പബ്ലിക്. അപ്പോൾ ഇതിന് ആദ്യ ഭാഗമായിട്ടുള്ള ഇസ്ലാമിക് അവിടെ സൂചിപ്പിക്കുന്നത് ഒരു തിയോക്രാറ്റിക് ഗവൺമെൻറ്റിനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് തിയോക്രാറ്റിക് ഗവൺമെൻറ് എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള ഒരാളുടെ കയ്യിൽ, അല്ലെങ്കിൽ ഒരു ഡെയിറ്റിയുടെ, ഒരു ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം കൊടുക്കുമ്പോഴാണ് അതിനെ തിയോക്രാറ്റിക് ഗവൺമെൻറ് അല്ലെങ്കിൽ ദിവ്യാധിപത്യം, ദൈവാധിപത്യം എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഇറാൻ്റെ ഭരണഘടന പ്രകാരം ഇസ്ലാമിക വിശ്വാസത്തിലനുസരിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ കയ്യിലാണ് ഇറാൻ്റെ പരമാധികാരം കൊടുത്തിട്ടുള്ളത്. ദൈവത്തിന് നേരിട്ട് രാജ്യം ഭരിക്കാൻ പറ്റാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളായിരിക്കും ആ രാജ്യത്തിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ മതപരമായിട്ടുള്ള ഒരു എലമെൻറ്റ് അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് അതിനൊരു തിയോക്രാറ്റിക് റെജീം എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നാണ് പറയുന്നത്. ഈ ഒരു രാജ്യത്തിന് റിപ്പബ്ലിക് ആയിട്ടുള്ള, കുറച്ച് ജനാധിപത്യപരമായിട്ടുള്ള ഒരു ഭരണം കൂടി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്ത ആളുകളും ഈ ഭരണത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഒരു റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഘടകം കൂടി ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ സമയം മതപരമായിട്ടുള്ള അധികാരവും അതുപോലെ തന്നെ ജനാധിപത്യപരമായിട്ടുള്ള അധികാരവും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഈ ഹൈബ്രിഡ് റെജീം അവരെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഒരു ചാർട്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഈ ചാർട്ട് കാണുമ്പോൾ തന്നെ ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം ഈ തിയോക്രാറ്റിക് ആയിട്ടുള്ള ഭാഗത്തെക്കുറിച്ച് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അവിടെയാണ് ഇറാനിലെ ഏറ്റവും വലിയ അധികാര കേന്ദ്രം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു അധികാര സ്ഥാനത്തിനെയാണ് ഇറാൻ്റെ സുപ്രീം ലീഡർ എന്ന് പറയുന്നത്. ഈ സുപ്രീം ലീഡറാണ് അവിടുത്തെ ഭരണഘടനാ പ്രകാരം ഇറാൻ്റെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, അല്ലെങ്കിൽ രാഷ്ട്ര തലവൻ എന്ന് നമുക്ക് കാണാം. എല്ലാ തരത്തിലുള്ള അധികാരവും ഈ സുപ്രീം ലീഡറുടെ കയ്യിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറാൻ്റെ മിലിറ്ററി, ഇറാൻ്റെ ജുഡീഷ്യറി, മതപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇറാൻ്റെ ഫോറിൻ അഫയേഴ്സ്, ഇറാൻ്റെ മീഡിയ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാരം ഈ സുപ്രീം ലീഡറുടെ കയ്യിലാണ് എന്ന് കാണാം. എക്സ്പേർട്സ് ഇവിടെ പറയുന്നത് ഇറാൻ്റെ ന്യൂക്ലിയർ പോളിസി മുതൽ ഇറാനിലെ ആളുകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് വരെയുള്ള പോളിസികൾ നിർമ്മിക്കുന്നത് ഈ സുപ്രീം ലീഡറാണ് എന്ന് പറയപ്പെടുന്നു. ഈ സുപ്രീം ലീഡറാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡെയിറ്റിയുടെ, ഒരു ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് ഈ രാജ്യത്തിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി ഈ അധികാര സ്ഥാനത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിലുള്ള ഇറാൻ്റെ സുപ്രീം ലീഡർ എന്ന് പറയുന്നത് അയത്തുള്ള അലി ഖൊമേനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ലൈഫ് ലോങ് സ്ഥാനമാണ്. അതായത് ഒരാൾ സുപ്രീം ലീഡറായി കഴിഞ്ഞാൽ അയാൾ മരിക്കുന്നിടം വരെ അവിടുത്തെ സുപ്രീം ലീഡർ ആയിരിക്കും എന്ന് നമുക്ക് കാണാം.
ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷന് ശേഷം 1979 മുതൽ 89 വരെ അയത്തുള്ള റൂഹല്ല ഖമേനി എന്ന് പറഞ്ഞുള്ള ഒരാളായിരുന്നു ഇവിടുത്തെ സുപ്രീം ലീഡർ. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഇപ്പോഴത്തെ സുപ്രീം ലീഡറായിട്ടുള്ള അയത്തുള്ള അലി ഖൊമേനി ഇറാൻ്റെ സുപ്രീം ലീഡറായി മാറുകയും ഇപ്പോഴും ആ ഒരു സ്ഥാനത്തിരിക്കുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ആരാണ് ഈ സുപ്രീം ലീഡറെ തീരുമാനിക്കുകയും അപ്പോയിൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എലക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്? അവിടെയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അടുത്തൊരു ബോഡി നമ്മൾ കാണുന്നത്. ഇതിനെയാണ് അസംബ്ലി ഓഫ് എക്സ്പേർട്സ് എന്ന് പറയുന്നത്. ഈ അസംബ്ലി ഓഫ് എക്സ്പേർട്സിൽ 88 അംഗങ്ങളാണുള്ളത് എന്ന് കാണാം. ഈ 88 പേരും ഇറാനിലെ മതപരമായിട്ട് ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന റിലീജിയസ് എക്സ്പേർട്സ് ആണ് എന്ന് കാണാം. അപ്പോൾ ഈ 88 പേരടങ്ങുന്ന ഈ ഒരു അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ആണ് ഒരു സുപ്രീം ലീഡർക്ക് ശേഷം അടുത്ത സുപ്രീം ലീഡർ ആരാവണമെന്ന് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സുപ്രീം ലീഡറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, നിലവിൽ അധികാരത്തിലിരിക്കുന്ന സുപ്രീം ലീഡറെ പുറത്താക്കാനുള്ള അധികാരവും ഈ അസംബ്ലി ഓഫ് എക്സ്പേർട്സിനുണ്ട് എന്ന് കാണാം. അപ്പോൾ ഇറാൻ്റെ സുപ്രീം ലീഡർ അധികാരമുള്ളൊരു വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മുകളിൽ അധികാരമുള്ള ഒരു ബോഡിയാണ് ഈ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് എന്ന് കാണാം. ഇവിടെ കൗതുകരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഈ അസംബ്ലി ഓഫ് എക്സ്പേർട്സിലെ 88 പേരെ ആരാണ് തീരുമാനിക്കുന്നത്? അത് അവിടുത്തെ ജനങ്ങൾ വോട്ടെടുത്താണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓരോ 8 വർഷവും കൂടുമ്പോൾ ഈ അസംബ്ലി ഓഫ് എക്സ്പേർട്സിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കും. ജനങ്ങൾ വോട്ടിടുന്നതിനനുസരിച്ചിട്ടാണ് ഈ 88 പേരെയും തിരഞ്ഞെടുക്കുന്നത്. 2016 ഇതിന് മുന്നേ ഈ അസംബ്ലി ഓഫ് എക്സ്പേർട്സിലേക്ക് ഒരു തിരഞ്ഞെടുപ്പ് നടന്നത്. ഇപ്പോൾ ഇത് 8 വർഷത്തിന് ശേഷം 2024 ഉടനെ തന്നെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നും. സുപ്രീം പവർ സുപ്രീം ലീഡറിൻ്റെ കയ്യിലാണ്. സുപ്രീം ലീഡറിനെ അപ്പോയിൻറ്റ് ചെയ്യുകയും റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഈ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ആണ്. ഈ അസംബ്ലി ഓഫ് എക്സ്പേർട്സിനെ തിരഞ്ഞെടുക്കുന്നത് ഇറാനിലെ സാധാരണ ജനങ്ങളാണ് എങ്കിൽ ഇത് ജനാധിപത്യപരമായിട്ടുള്ളൊരു പ്രോസസ്സ് അല്ലേ എന്ന് സംശയം തോന്നും. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് മറ്റു ബോഡികളെക്കുറിച്ച് കൂടി മനസ്സിലാക്കണം. സോ ഇങ്ങനെയാണ് സുപ്രീം ലീഡർ അല്ലെങ്കിൽ തിയോക്രാറ്റിക് ആയിട്ടുള്ള ഇറാൻ്റെ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഭാഗം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇറാൻ്റെ ഭരണ സംവിധാനത്തിലെ ജനാധിപത്യപരമായിട്ടുള്ള ആ ഒരു സംവിധാനം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ അധികാര സ്ഥാനം എന്ന് പറയുന്നതാണ് ഇറാൻ്റെ പ്രസിഡൻറ്റ് എന്ന് പറയുന്നത്. പ്രസിഡന്റ് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് ആണ്. അവിടുത്തെ സർക്കാരിൻ്റെ തലവൻ എന്ന് പറയുന്നത് അവിടുത്തെ പ്രസിഡൻ്റാണ്. മാത്രമല്ല അവിടുത്തെ ആർമിയുടെ ഡെപ്യൂട്ടി കമാൻഡർ ഇൻ ചീഫായിട്ട് വരുന്നത് പ്രസിഡൻ്റ് ആണ് എന്ന് കാണാം. അതുപോലെ തന്നെ സുപ്രീം ലീഡർ ഹാൻഡിൽ ചെയ്യാത്ത പോർട്ട്ഫോളിയോസ്, ഇപ്പോൾ ഫൈനാൻസ് പോലെയുള്ള പോർട്ട്ഫോളിയോസ് ഹാൻഡിൽ ചെയ്യുന്നത് ഈ പ്രസിഡന്റ് തന്നെയാണ്. മാത്രമല്ല ആ രാജ്യത്തിൻ്റെ ക്യാബിനറ്റിലേക്ക് ആളുകളെ നോമിനേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരുപാട് അധികാരങ്ങൾ ഈ പ്രസിഡന്റിൻ്റെ കയ്യിൽ വരുന്നുണ്ട് എന്ന് കാണാം. പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ഓരോ 4 വർഷവും കൂടുമ്പോൾ ഇറാനിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കും. അവിടുത്തെ എല്ലാ ആളുകൾക്കും ഈ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആൾ അവിടുത്തെ പ്രസിഡന്റായിട്ട് അധികാരത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2021 ഇറാനിൽ അവസാനമായിട്ട് പ്രസിഡന്റ് ഇലക്ഷൻ നടന്നത്. ആ ഇലക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഇബ്രാഹിം റൈസി പ്രസിഡന്റായിട്ട് അധികാരത്തിൽ വന്നത്. അടുത്ത വർഷമായിരുന്നു ശരിക്കും പ്രസിഡന്റിൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത്. ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ആ സാഹചര്യത്തിനൊരു മാറ്റം വരികയാണ്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാനിൽ ഒരുപാട് വൈസ് പ്രസിഡന്റുമാരുണ്ട്. ഒന്നിലധികം വൈസ് പ്രസിഡന്റുമാരുണ്ട്. അതിനകത്തെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന വൈസ് പ്രസിഡന്റ് ഉടനടി ഇറാൻ്റെ പ്രസിഡന്റായിട്ട് അധികാരം ഏൽക്കുകയും 50 ദിവസത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ 50 ദിവസത്തിനുള്ളിൽ ഇറാൻ്റെ പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയും പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ വരികയും ചെയ്യും. അപ്പോൾ ഇറാൻ്റെ ഡെമോക്രാറ്റിക് സംവിധാനത്തിൽ അല്ലെങ്കിൽ റിപ്പബ്ലിക് സംവിധാനത്തിലെ ഏറ്റവും ഉയർന്ന പൊസിഷനായിട്ടുള്ള പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷൻ എന്താണ്, എങ്ങനെയാണ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇറാൻ്റെ ആ ഒരു ഡെമോക്രാറ്റിക് സംവിധാനത്തിലെ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ബോഡിയാണ് അവിടുത്തെ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. ഇറാനിലൊരു പാർലമെൻ്റ് ഉണ്ട്. ഇസ്ലാമിക് കൺസൾട്ടേറ്റീവ് അസംബ്ലി എന്നാണ് ഈ ഒരു പാർലമെൻറ്റിനെ ഒഫീഷ്യലായിട്ട് വിളിക്കുന്നത്. അതുപോലെ തന്നെ മജ്ലിസ് എന്നുള്ള പേരിലും ഈ പാർലമെൻറ്റ് അറിയപ്പെടുന്നുണ്ട്. നമ്മൾ പാർലമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഓരോ 4 വർഷവും കൂടുമ്പോൾ ഈ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയും 290 അംഗങ്ങളെ ജനങ്ങൾ വോട്ടിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജനാധിപത്യപരമായിട്ടാണ് ആളുകളെ തിരഞ്ഞെടുത്ത് വിടുന്നത് എന്ന് നമുക്ക് കാണാം. ഈ പാർലമെൻറ്റിൽ നിന്നുമാണ് പ്രസിഡന്റ് അവിടുത്തെ ക്യാബിനറ്റിനെ, അവിടുത്തെ മന്ത്രിമാരെയും മറ്റ് അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ പാർലമെൻറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു ഡെമോക്രാറ്റിക് സംവിധാനവും ഇറാനിലുണ്ട്. അപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ട് ഇത്ര അധികം കാര്യം കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം തോന്നും, ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, ഭൂരിഭാഗവും ജനാധിപത്യപരമായിട്ടല്ലേ അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇറാനെ ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റേറ്റ്, ഏകാധിപത്യ ഭരണം എന്നൊക്കെ വിളിക്കുന്നത്? ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇറാൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു ബോഡിയെ കൂടി നമ്മൾ പരിചയപ്പെടണം. അതിനെയാണ് ഗാർഡിയൻ കൗൺസിൽ എന്ന് വിളിക്കുന്നത്. ഈ ഗാർഡിയൻ കൗൺസിലിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ പവറുകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇറാൻ്റെ പാർലമെൻറ്റ് എന്തെങ്കിലും നിയമങ്ങളൊക്കെ പാസ്സാക്കിയാലും ആ നിയമങ്ങളെ ഈ ഗാർഡിയൻ കൗൺസിൽ അംഗീകരിച്ചാൽ മാത്രമേ അത് സുപ്രീം ലീഡറുടെ മുന്നിലെത്തുകയുള്ളൂ. അതായത് ഇറാൻ്റെ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളെ വീറ്റോ ചെയ്യാനുള്ള അധികാരം ഈ ഗാർഡിയൻ കൗൺസിലിൻ്റെ കയ്യിലുണ്ട്. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത്, ഇറാൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്ത് നടക്കുന്ന എല്ലാ ഇലക്ഷൻ്റെയും മേൽനോട്ടം വഹിക്കുന്നത് ഈ ഗാർഡിയൻ കൗൺസിലാണ്. ഇലക്ഷൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന അവരാണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അവസാന വാക്കുകളും ഈ ഗാർഡിയൻ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാം.
പക്ഷേ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ ഗാർഡിയൻ കൗൺസിലിൻ്റെ മൂന്നാമത്തെ അധികാരമാണ്. ഇറാനിൽ നടക്കുന്ന ഇലക്ഷനുകളിൽ, അത് ഏത് തരത്തിലുള്ള ഇലക്ഷൻ, പ്രസിഡൻ്റ് ഇലക്ഷൻ ആയിക്കോട്ടെ, പാർലമെൻറ്റിലേക്കുള്ള ഇലക്ഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അസംബ്ലി ഓഫ് എക്സ്പേർട്സിലേക്കുള്ള ഇലക്ഷൻ ആയിക്കോട്ടെ, ഈ ഇലക്ഷനുകളിൽ ആര് മത്സരിക്കണം ആര് മത്സരിക്കരുത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഈ ഗാർഡിയൻ കൗൺസിലിൻ്റെ കയ്യിലാണ്. ഈ ഇലക്ഷനുകളിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് വേണമെങ്കിലും നാമനിർദ്ദേശം കൊടുക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള കാൻഡിഡേറ്റുകളിൽ ഗാർഡിയൻ കൗൺസിൽ അപ്രൂവ് ചെയ്യുന്ന കാൻഡിഡേറ്റുകൾക്ക് മാത്രമേ ആ ഇലക്ഷനിൽ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 2009 ഇറാൻ്റെ പ്രസിഡന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ഷൻ നടന്നിരുന്നു. ആ ഒരു ഇലക്ഷന് വേണ്ടിയിട്ട് സ്ത്രീകളും പുരുഷന്മാരുമായി ഏകദേശം 476ഓളം ആളുകൾ നോമിനേഷൻ കൊടുത്തുവെങ്കിലും അവരിൽ 4 പേരെ മാത്രമേ ഈ ഗാർഡിയൻ കൗൺസിൽ അപ്രൂവ് ചെയ്തുള്ളൂ. ആ 4 പേർക്ക് മാത്രമേ ആ ഇലക്ഷനിൽ മത്സരിക്കാൻ സാധിച്ചുള്ളൂ. സോ ഈ ഗാർഡിയൻ കൗൺസിലിൻ്റെ കയ്യിൽ ഇത്രയും വലിയൊരു അധികാരം നിലനിൽക്കുന്നത് കൊണ്ട് ഇറാനിലെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള എല്ലാ പ്രോസസ്സിനെയും അട്ടിമറിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ തിരിച്ചറിയണം, ഈ ഗാർഡിയൻ കൗൺസിൽ ആരാണ്, അവരെ എങ്ങനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. 12 പേരാണ് ഈ ഗാർഡിയൻ കൗൺസിലിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ 12 പേരിൽ 6 പേര് മതപരമായിട്ടുള്ള നിയമങ്ങളിലെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളാണ്. ഈ 6 പേരെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് സുപ്രീം ലീഡർ നേരിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ബാക്കിയുള്ള 6 പേര് മറ്റുള്ള നിയമങ്ങളിലെ എക്സ്പേർട്സാണ്. ഇറാനിലെ ചീഫ് ജസ്റ്റിസ് ആണ് ഈ 6 പേരെ നോമിനേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള 6 പേരെ നോമിനേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നോമിനേറ്റ് ചെയ്ത 6 പേരുടെയും പേരുകൾ പാർലമെൻറ്റിൽ വോട്ടിട്ട് പാസ്സാവുമ്പോഴാണ് അവർ ഈ ഗാർഡിയൻ കൗൺസിലിൻ്റെ മെമ്പേഴ്സ് ആവുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇറാൻ്റെ ചീഫ് ജസ്റ്റിസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അവിടുത്തെ സുപ്രീം ലീഡറാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ ഈ ഗാർഡിയൻ കൗൺസിലിൽ 12 പേരാണുള്ളത്. അവരിൽ 6 പേരെ സുപ്രീം ലീഡർ നേരിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നു. ബാക്കി 6 പേരെ സുപ്രീം ലീഡർ അപ്പോയിൻറ്റ് ചെയ്യുന്ന ചീഫ് ജസ്റ്റിസ് നോമിനേറ്റ് ചെയ്യുകയും അവരെ പിന്നീട് പാർലമെൻറ്റ് അപ്രൂവ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും, ഈ ഗാർഡിയൻ കൗൺസിലിലെ 12 പേരുടെയും മുകളിൽ സുപ്രീം ലീഡർക്ക്, ഇറാൻ്റെ സുപ്രീം ലീഡർക്ക് നേരിട്ടോ അല്ലാതെയോ ഉള്ള അധികാരമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇറാനിൽ ഒരേ സമയം തിയോക്രാറ്റിക് ആയിട്ടും അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ റിപ്പബ്ലിക് ആയിട്ടുമുള്ള ഒരു ഭരണ സംവിധാനമുണ്ട് എന്ന് പറയുമ്പോഴും ഇതിൻ്റെ എല്ലാം ചരട് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സുപ്രീം ലീഡറുടെ കയ്യിൽ തന്നെയാണ് വരുന്നത്. സുപ്രീം ലീഡറെ തിരഞ്ഞെടുത്ത് വിടാനും അതുപോലെ തന്നെ അദ്ദേഹത്തെ പുറത്താക്കാനുമുള്ള അധികാരം അസംബ്ലി ഓഫ് എക്സ്പേർട്സിൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോഴും ഈ അസംബ്ലി ഓഫ് എക്സ്പേർട്സിലേക്കുള്ള ഇലക്ഷനിൽ ആരൊക്കെ മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഗാർഡിയൻ കൗൺസിലാണ്. അവിടെ പ്രസിഡൻ്റ് ഉണ്ട്, പാർലമെൻ്റ് ഉണ്ട്, ക്യാബിനറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ ഇലക്റ്റഡ് പോസ്റ്റുകളായതുകൊണ്ട് ആ ഇലക്ഷനിൽ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നതും ആ ഇലക്ഷൻ എങ്ങനെ നടക്കണമെന്ന് തീരുമാനിക്കുന്നതും ഈ ഗാർഡിയൻ കൗൺസിൽ തന്നെയാണ്. ഈ ഗാർഡിയൻ കൗൺസിലിലെ 12 പേരുടെ മുകളിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ ഡയറക്റ്റ് ആയിട്ടോ സുപ്രീം ലീഡർക്ക് അധികാരമുള്ളതുകൊണ്ട് ഇറാനിലെ എല്ലാ അധികാരങ്ങളും അവിടുത്തെ സുപ്രീം ലീഡറുടെ കയ്യിൽ തന്നെയാണ് എന്നുള്ളത് തിരിച്ചറിയുക. അത് നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടാത്തൊരു വ്യക്തി ആയതുകൊണ്ടും ഒരു ലൈഫ് ലോങ് പോസ്റ്റ് ആയതുകൊണ്ടും എല്ലാവിധ അധികാരങ്ങളും ഉള്ളതുകൊണ്ടും സ്വന്തം ഇഷ്ടപ്രകാരം ആ രാജ്യത്തിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ളതും തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നും ഒരു ഹൈബ്രിഡ് റെജീം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഓട്ടോക്രസി പോലെ തന്നെ, ഒരു ഏകാധിപത്യ ഭരണം പോലെ തന്നെയാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത് എന്ന് എല്ലാവരും പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരാം. ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഡെവലപ്മെൻറ്റ്സ്, ഇബ്രാഹിം റൈസി എന്ന പ്രസിഡന്റ് മരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെ മാറ്റങ്ങൾ ഈ ഭരണ സംവിധാനത്തിൽ കൊണ്ടുവന്നേക്കാം. ഇപ്പോൾ ഇവിടെ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകളൊക്കെ അഭിപ്രായപ്പെടുന്നത് മരണപ്പെട്ടു പോയ ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി, അദ്ദേഹം വലിയൊരു പോപ്പുലർ ലീഡറൊന്നും ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ മറ്റൊരു രീതിയിലാണ് ഇറാനിലെ ഭരണ സംവിധാനങ്ങൾ നോക്കിക്കണ്ടിരുന്നത്. ഇപ്പോൾ ഇറാൻ്റെ സുപ്രീം ലീഡറായിട്ടുള്ള അലി ഖൊമേനിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 85 വയസ്സ് കഴിഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹം മരണപ്പെട്ടേക്കാം, അദ്ദേഹത്തിന് റീപ്ലേസ് ചെയ്യേണ്ട വരുമെന്നുള്ള ചർച്ചകൾ ഇറാനിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് ആളുകൾ കണ്ടിരുന്നത് ഈ ഇബ്രാഹിം റൈസിയെ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 1989 അലി ഖൊമേനി സുപ്രീം ലീഡറായിരുന്നത്. അതിന് തൊട്ട് മുന്നേ അദ്ദേഹം ഇറാൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു എന്ന് കാണാം. അപ്പോൾ ആ ഒരു രീതിയിൽ വളർത്തിയെടുത്തുകൊണ്ട് വന്ന ഒരു നേതാവായിരുന്നു ഇബ്രാഹിം റൈസി എന്ന് എല്ലാവരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തോടൊപ്പം ഈ സുപ്രീം ലീഡർ എന്ന് പറഞ്ഞ സ്ഥാനത്തേക്ക് അടുത്തതായി ആര് വരണമെന്നുള്ള ചർച്ചകൾ ഇറാനിലെങ്ങും മൂർച്ഛിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആളുകൾ പറയുന്ന ഒരു കാര്യം, ഈ ഇബ്രാഹിം റൈസിയോടൊപ്പം അല്ലെങ്കിൽ ഇബ്രാഹിം റൈസിയുടെ എതിരാളിയായി ഈ സുപ്രീം ലീഡർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന മറ്റൊരാൾ കൂടിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് മുജ്തബ ഖൊമേനി എന്നായിരുന്നു. ഈ മുജ്തബ ഖൊമേനി നിലവിലുള്ള സുപ്രീം ലീഡറുടെ മകനാണ് എന്ന് കാണാം. അപ്പോൾ ഈ മുജ്തബ ഖൊമേനിയേക്കാൾ കുറച്ച് മുൻതൂക്കം ഈ റൈസിക്കായിരുന്നു. പക്ഷേ റൈസി മരിച്ചതോടുകൂടി മുജ്തബ ഖൊമേനി അടുത്ത സുപ്രീം ലീഡർ ആവുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരുപാട് ആളുകൾ ഈ ഒരു തീരുമാനത്തെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ സുപ്രീം ലീഡർ ആയിരിക്കുന്നു, അയാളുടെ മരണശേഷം അയാളുടെ മകൻ സുപ്രീം ലീഡർ ആവുന്നു. ഈ രീതിയിൽ ഹെറിഡിറ്ററി ആയിട്ട്, അതായത് പാരമ്പര്യമായിട്ട് ഈ സുപ്രീം ലീഡർ എന്ന് പറഞ്ഞുള്ള സ്ഥാനം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഇറാൻ ഒരു മൊണാർക്കിയൽ സ്റ്റേറ്റ്, ഒരു രാജഭരണം പോലെ ആയി പോകുമോ എന്നുള്ളൊരു സംശയമാണ് ആളുകൾ മുന്നോട്ട് വെക്കുന്നത്.
ഇനി അതുമാത്രമല്ല, ഈ ഒരു സ്ഥാനം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് ഇറാൻ്റെ മിലിറ്ററിയെയും അതുപോലെ തന്നെ മിലിറ്ററിയുടെ ഒരു പ്രധാന ഭാഗമായിട്ടുള്ള IRGC, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോർഷനെയും ഈ മൊഷ്താബ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും അവരുടെ സപ്പോർട്ട് മേടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും ഇയാൾ ഇറാൻ്റെ സുപ്രീം ലീഡറായി മാറിക്കഴിഞ്ഞാൽ ഇറാൻ്റെ ആർമിക്ക് ഭരണത്തിൽ വലിയൊരു പ്രാതിനിധ്യം വരുമെന്നും അതൊരു മിലിറ്ററി സ്റ്റേറ്റിലേക്ക് നയിക്കുമോ എന്നുള്ളൊരു ആശങ്കകളും ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അവരിങ്ങനെ ഒരു ആശങ്ക മുന്നോട്ട് വെക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1970കളിൽ ഇറാനിയൻ റവല്യൂഷനിലേക്ക് നയിച്ചതും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമായിരുന്നു എന്ന് തിരിച്ചറിയാം. ഷാ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഡൈനാസ്റ്റി ആയിരുന്നു ഇറാനിൽ അധികാരത്തിലുണ്ടായിരുന്നത്. ആ ഡൈനാസ്റ്റി ഒരു മൊണാർക്കിയൽ രീതിയിലുള്ള ഭരണമായിരുന്നു മുന്നോട്ട് കൊണ്ടുവരുന്നത്. കുടുംബപരമായിട്ടായിരുന്നു അധികാരം കൈമാറിയിരുന്നത്. അപ്പോൾ ഈ മൊഷ്താബ ഖൊമൈനി അധികാരത്തിൽ വരുമ്പോൾ ഇതുപോലൊരു മൊണാർക്കിയൽ മിലിറ്ററി സെറ്റപ്പ് വരികയും ഇതിൻ്റെ എല്ലാം ഒപ്പം ഇറാനിലെ ജനങ്ങളുടെ ഇടയിൽ അവിടുത്തെ ഭരണ സംവിധാനത്തിനെതിരെയും അവിടുത്തെ നിയമങ്ങൾക്കെതിരെയും വലുതും ചെറുതുമായിട്ടുള്ള പ്രതിഷേധങ്ങൾ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണിത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ വാർത്തയൊക്കെ നോക്കുകയാണെങ്കിൽ ഇറാനിൽ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഇറാനിലെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവുകയും നേരത്തെ പറഞ്ഞ രീതിയിൽ ഷാ ഡൈനാസ്റ്റിയുടേതുപോലെയുള്ള ഭരണ സംവിധാനത്തിലേക്ക് ഇറാൻ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഇറാനിൽ വലിയ രീതിയിലുള്ള വിപ്ലവങ്ങൾ നടക്കുമെന്നും അവിടുത്തെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ അധികാരം നഷ്ടപ്പെടുമെന്നും പുതിയ രീതിയിലുള്ള അധികാര രീതികൾ അല്ലെങ്കിൽ ഭരണ രീതികൾ ഇറാനിലേക്ക് കടന്നു വരികയും ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് എക്സ്പേർട്സ് അഭിപ്രായപ്പെടുന്നത്. പക്ഷേ അവിടെ എന്ത് നടക്കുമെന്നുള്ളത് നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. പക്ഷേ ഇറാൻ എന്ന് പറഞ്ഞുള്ള രാജ്യം, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് വിളിക്കപ്പെടുന്ന രാജ്യത്തിൽ ഒരു തിയോക്രാറ്റിക് അതുപോലെ തന്നെ റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൈബ്രിഡ് റെജീം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നും ഒരേ സമയത്ത് ഒരു സുപ്രീം ലീഡറും പ്രസിഡൻറ്റും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള വിഷയങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.